സോ iOS 18 റിലീസ് ചെയ്തതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്ന ഐഫോൺ 16 Pro ആണ്. അതുപോലെ 15 Pro, 16 Pro Max ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വന്ന OS എന്ന് പറയുന്നത് നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ബാറ്ററി ബാക്കപ്പ്. ഞാൻ ഐഫോൺ 16 Proയുടെ റിവ്യൂ ചെയ്തപ്പം അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞ കാര്യമാണ് 16 Proയുടെ ബാറ്ററി കപ്പാസിറ്റി ആപ്പിൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ബാക്കപ്പ് നമുക്ക് കമ്പാരിറ്റീവ്ലി മറ്റ് പ്രോ സീരീസുമായിട്ട് ഇതിന് കൂടുതലാണ് 16 Proയ്ക്ക്. എന്നാൽ അതിന് ശേഷം റിലീസ് ചെയ്തിട്ടുള്ള 18.0.1 അപ്ഡേറ്റ്, 18.1 അപ്ഡേറ്റ്, 18.1.1 അപ്ഡേറ്റ് ഇതിലെല്ലാം തന്നെ ഷോങ്ങം ബാറ്ററി ആയിരുന്നു ഈ ഒരു 16 Proയിൽ എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇത്രയും കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ ഇതിനനുസരിച്ചുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് ഈ ഡിവൈസിലും ഇല്ല, ഇതിൻ്റെ പ്രീവിയസ് ഡിവൈസിലും ഇല്ല. നിങ്ങളിൽ പലരും റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. എന്നാൽ റീസെൻ്റ്ലി റിലീസ് ചെയ്തിട്ടുള്ള 18.2 അപ്ഡേറ്റിന് ശേഷം ആ തുടക്കത്തിലുണ്ടായിരുന്ന അതേ ബാറ്ററി ബാക്കപ്പ് എനിക്കിപ്പം ഈ ഒരു 16 Proയിൽ ലഭിക്കുന്നുണ്ട്. മറ്റുള്ള ഡിവൈസുകളിലും എനിക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ് തരാനുള്ളത്. അപ്പോൾ എങ്ങനെ ഡിവൈസിൻ്റെ ബാറ്ററി ബാക്കപ്പ് പഴയ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം ഓരോ അപ്ഡേറ്റിന് ശേഷം? അതോടൊപ്പം ഓൾഡർ ജനറേഷൻ ഡിവൈസുകളിൽ ബാറ്ററി നമുക്ക് എങ്ങനെ റീകാലിബ്രേറ്റ് ചെയ്യാം, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ എന്താണ് ബാറ്ററി റീകാലിബ്രേഷൻ? ബ്രാൻഡ് ന്യൂ ഐഫോൺ നമ്മൾ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുന്ന ടൈമിൽ ലഭിക്കുന്ന ആ ഒരു ബാറ്ററി പെർഫോമൻസ് എന്ന് പറയുന്നത് പിന്നീട് ത്രൂ ഔട്ട് നമ്മുടെ യൂസേജിൽ മുന്നോട്ട് പോകുന്നതനുസരിച്ച് പല സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ മൂലവും ബാറ്ററി ഹെൽത്ത് ഡീഗ്രേഡ് ചെയ്യുന്നതനുസരിച്ചും നമുക്ക് ഈ ഒരു ബാറ്ററി പെർഫോമൻസിൽ ഡിഗ്രഡേഷൻ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് റീകാലിബ്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നതിലൂടെ തുടക്കത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആ ഒരു ബാറ്ററിയുടെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നത്. ഈ റീകാലിബ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഒരിക്കലും നമ്മൾ ഓരോ അപ്ഡേറ്റിന് ശേഷവും ചെയ്യേണ്ട ഒരു പ്രോസസ്സോ കാര്യങ്ങളോ അല്ല. അത് വർഷത്തിൽ 1 അല്ലെങ്കിൽ 2 അതിൻ്റെ ആവശ്യമുള്ളൂ, ഡിപ്പെൻഡിങ് ഓൺ നമ്മളുടെ ആ ഒരു ഡിവൈസിൻ്റെ ജനറേഷൻ. ഇനി എങ്ങനെയാണ് ഇത് റീകാലിബ്രേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ സ്റ്റെപ്പുകൾ എന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഐഡിയൽ ടൈം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ, നമ്മൾ സ്ലീപ്പ് ചെയ്യുന്ന ടൈമിൽ ഡിവൈസ് ചാർജ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം ട്രിക്കിൾ ചാർജിങ് എന്നുള്ള ആ ഒരു മെത്തേഡിലൂടെ ഇത് 100% മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുന്ന ടൈമിൽ നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. സോ 100% നിങ്ങൾ ആ ഒരു സ്ലീപ്പ് ചെയ്യാൻ പോകുന്ന ടൈമിൽ ചാർജ് ചെയ്യാൻ ഇടുക. രാവിലെ എണീക്കുമ്പം നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് യൂസ് ചെയ്ത് ആ ഒരു ഡേ ഫുൾ മാക്സിമം യൂസ് ചെയ്ത് 0%ലേക്ക് ഡിവൈസ് എത്തിക്കുക. അപ്പോൾ കംപ്ലീറ്റ്ലി ബാറ്ററി ഡ്രെയിൻ ഔട്ട് ആവും. അതിനുശേഷം നമ്മൾ ഉടനെ തന്നെ ഇത് റീകണക്ട് ചെയ്യാൻ നിൽക്കരുത്. ജസ്റ്റ് ബാറ്ററിക്ക് ഒരു റെസ്റ്റ് കൊടുക്കുക, ലൈക്ക് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ ഡിപ്പെൻഡിങ് ഓൺ നമ്മളുടെ ആ ഒരു ടൈം അനുസരിച്ച്. അതിനുശേഷം മാത്രം നിങ്ങൾ റീകണക്ട് ചെയ്യുക, വീണ്ടും ഡിവൈസ് റീകണക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് 2 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് 100%ലേക്ക് വീണ്ടും ചാർജ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീണ്ടും 20%ലേക്ക് 0%ൽ നിന്ന് വീണ്ടും 20%ലേക്ക് നിങ്ങൾ ചാർജ് ചെയ്യുക, ഡിസ്കണക്ട് ചെയ്യുക, വീണ്ടും യൂസ് ചെയ്ത് 0%ലേക്ക് ആക്കുക. എന്നിട്ട് വീണ്ടും ബാറ്ററി ഡിസ്ചാർജ് ആയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് 100%ലേക്ക് രണ്ടാമത്തെ ചാർജിങ്ങിൽ 100%ലേക്ക് നിങ്ങൾക്ക് ഫുൾ ചാർജ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് ഒരു കംപ്ലീറ്റ് ബാറ്ററി റീകാലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞ റീകാലിബ്രേഷൻ പ്രോസസ്സ് നിങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആകുന്നത് ഓൾഡർ ജനറേഷൻ ഡിവൈസുകളിലാണ്. നിങ്ങളുടെ ഡിവൈസ് അതിനേക്കാൾ കുറച്ചും കൂടെ ബ്രാൻഡ് ന്യൂ അല്ലെങ്കിൽ 14, 15, 16 സീരീസിലുള്ള ഡിവൈസുകളൊക്കെയാണ്. പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രോബ്ലം നിങ്ങളുടെ ഡിവൈസിൻ്റെ ബാറ്ററി ബാക്കപ്പ് വളരെ ശോകമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത്, നമുക്ക് ബാറ്ററി എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ബാറ്ററി ഹെൽത്ത് നമുക്കിവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഈ ബാറ്ററി ഹെൽത്തും ബാറ്ററി സൈക്കിൾ കൗണ്ടും എപ്പോഴും കറസ്പോണ്ടിങ് ആണ്. ബാറ്ററി സൈക്കിൾ കൗണ്ട് കൂടുന്നതനുസരിച്ച് പെട്ടെന്ന് ഇപ്പം ബ്രാൻഡ് ന്യൂ ഡിവൈസുകൾ മിക്കപ്പോഴും പല യൂസേഴ്സും പറയുന്നൊരു കാര്യമാണ്, അവർ വാങ്ങി 2-3 മാസമായിട്ടുള്ള ഡിവൈസ്, പക്ഷേ ബാറ്ററി ഹെൽത്ത് പെട്ടെന്ന് 97-98%ലേക്ക് വന്നു. അവരോട് ഞാൻ ചോദിക്കുമ്പോൾ മനസ്സിലാകുന്നത് സൈക്കിൾ കൗണ്ട് ചിലപ്പം 200-ന് മുകളിൽ 300-നൊക്കെ അടുത്തായിരിക്കും. അപ്പോൾ സൈക്കിൾ കൗണ്ട് കൂടുന്നതനുസരിച്ചും ബാറ്ററി ഹെൽത്തിനെ അത് ബാധിക്കും. ഞാൻ ഓൾറെഡി ഈ സൈക്കിൾ കൗണ്ടും ബാറ്ററി ഹെൽത്തിനെ എങ്ങനെയാണ് ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ പറ്റി ഓൾറെഡി ഞാൻ മറ്റൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ചെയ്യാം. കാരണം ആ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്താൽ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടും എന്നേ ഉള്ളൂ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യുന്ന ടൈമിൽ, അപ്ഡേറ്റ് ചെയ്ത ടൈമിൽ, അതിപ്പോൾ നിങ്ങൾ iTunes ഉപയോഗിച്ച് ചെയ്താലും ഡിവൈസിൽ തന്നെ OT അപ്ഡേറ്റ് ചെയ്താലും ആ ഡിവൈസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ഇൻഡെക്സിങ്ങും കുറേ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിങ്ങും എല്ലാ അപ്ഡേറ്റിന് ശേഷം 1 അല്ലെങ്കിൽ 2-3 ദിവസം വരെയൊക്കെ നിലനിൽന്നേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് രീതിയിൽ നിങ്ങൾ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്താലും ആദ്യത്തെ 2 അല്ലെങ്കിൽ 3 ദിവസത്തേക്ക് നമുക്ക് സിവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമലി ഉള്ളതിനേക്കാൾ കൂടുതൽ ബാറ്ററി ഡ്രെയിനിങ് സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം നോർമലി നമ്മളില്ലാത്ത അല്ലെങ്കിൽ കാണാത്ത
മറ്റ് എക്സ്ട്രാ കുറച്ച് പ്രോസസ്സിങ് ഈ അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാറ്ററി ട്രെയിനിങ് നോർമലി ഉള്ളതിനേക്കാൾ പൊതുവേ ഉള്ളതിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബാറ്ററി ട്രെയിനിങ് നമുക്ക് സംഭവിക്കും. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഈ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ ബാറ്ററി ട്രെയിൻ ആവുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ വരുന്നതിൻ്റെ പ്രധാന റീസൺ ഇതാണ്. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് 2 അല്ലെങ്കിൽ 3 ദിവസത്തേക്ക് നിൽക്കും. അതിന് ശേഷമുള്ള വരുന്ന ദിവസങ്ങളിലാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഡിവൈസിൻ്റെ ബാറ്ററി ബാക്കപ്പ് മനസ്സിലാകത്തുള്ളൂ. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 ദിവസത്തിന് ശേഷവും ബാറ്ററി ബാക്കപ്പ് നല്ല രീതിയിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടെ നിങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ആക്ച്വൽ ഡിവൈസിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ അനലൈസ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററിയുടെ ഈ ഒരു ഓപ്ഷനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യുന്ന ടൈമും എപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് ചാർജ് ചെയ്തത്. ഇപ്പം എൻ്റെ ബാറ്ററി ഹെൽത്ത് കാണാം, അല്ലെങ്കിൽ ബാറ്ററി പെർസെൻറ്റേജ് കാണാം 90% ഉണ്ട്. ഞാൻ ചാർജ് ചെയ്യുന്നെടുത്തത് 9:45 ആയപ്പോഴാണ്. ഇപ്പോഴും എനിക്ക് 90% ആണ് ബാറ്ററി റിമെയിൻ ചെയ്യുന്നത്. സോ അത്രയ്ക്കും നല്ല രീതിയിലുള്ള ബാറ്ററി പെർഫോമൻസ് ആണ് എനിക്ക് ലഭിക്കുന്നത്. ലാസ്റ്റ് 10 ഡേയ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റ് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ 3 ദിവസത്തിന് ശേഷം നിങ്ങളുടെ ബാറ്ററി സ്റ്റാറ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഏറ്റവും കൂടുതൽ ബാറ്ററി ഡ്രെയിൻ ചെയ്യുന്ന ഏത് ആപ്ലിക്കേഷൻസ് ആണെന്ന് നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ യൂസേജ് കൊണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ബഗ്ഗുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ആപ്പ് സ്റ്റോർ ഓപ്പൺ ആക്കുക. ഏത് അപ്ഡേറ്റിന് ശേഷവും നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിന് എന്തെങ്കിലും അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടോ എന്നുള്ളത് ഈ പ്രൊഫൈൽ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിൻ്റെ അപ്ഡേറ്റുകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ നിങ്ങൾ അപ് ടു ഡേറ്റ് ആക്കി വെക്കുക. മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതും കാര്യം, അതിന് സെറ്റിംഗ്സിൽ പോവുക. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം ട്രാൻസ്ഫർ ഓർ റീസെറ്റ് എന്ന ഓപ്ഷനിൽ പോയിട്ട് റീസെറ്റ് ഓപ്ഷനിൽ പോയിട്ട് റീസെറ്റ് ഓർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ, ഇതാണ് ഞാൻ ഈ ഒരു റീസെൻ്റ്ലി 18.2 അപ്ഡേറ്റിന് ശേഷം ഒരാഴ്ചത്തെ യൂസേജിന് ശേഷം എനിക്ക് ശോകമായിട്ടുള്ള ബാറ്ററി ബാക്കപ്പാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ റീസെറ്റ് ഓർ സെറ്റിംഗ്സ് ചെയ്തു, ഈ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ. ഇത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലം നിങ്ങളുടെ ഡിവൈസിന് വരത്തില്ല. സെറ്റിംഗ്സ് റീസെറ്റ് ആകും എന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഫോട്ടോ, വീഡിയോ, ഫോണിലുള്ള മറ്റൊരു ഡേറ്റയും നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല. സെറ്റിംഗ്സ് റീസെറ്റ് ആവും. എന്തൊക്കെ സെറ്റിംഗ്സ് ആണ് റീസെറ്റ് ആകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബാറ്ററിക്ക് വേണ്ടി നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ടിരിക്കുന്ന കുറച്ച് പ്രൈവസി അല്ലെങ്കിൽ സെക്യൂരിറ്റി സെറ്റിംഗ്സ് ഉണ്ട്. ഇതിനകത്ത് ലൊക്കേഷൻ സർവീസസിന് അങ്ങനെ കുറേ സെറ്റിംഗ്സ് റീസെറ്റ് ആകും. അതുപോലെ തന്നെ വൈഫൈ ബന്ധപ്പെട്ട വൈഫൈ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാസ്വേഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ നിങ്ങളുടെ ക്യാമറയിൽ നിങ്ങൾ മാറ്റിയിട്ടിരിക്കുന്ന കുറച്ച് സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും റീസെറ്റ് ആവും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് ചെയ്യുമ്പോൾ ആകുന്നത്. അല്ലാതെ നിങ്ങളുടെ ഫോണിലുള്ള യാതൊരു ഡേറ്റയും നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല. അത് ചെയ്തതിന് ശേഷം ആണ് നിങ്ങൾ പ്രധാനമായിട്ടും ഈ പഴയ സെറ്റിംഗ്സ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓപ്ഷനിൽ പോയിട്ട് ലൊക്കേഷൻ സർവീസിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഇത് മസ്റ്റായിട്ടും നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈൻഡ് മൈ ഉപയോഗിച്ച് നമ്മുടെ ഫോൺ എങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. ഇത് നിങ്ങൾ എനേബിൾ ചെയ്തതിന് ശേഷം ഇതിനകത്ത് കാണിക്കുന്ന ആപ്ലിക്കേഷൻസ്, അതിനകത്ത് ഓൾവേസ് യൂസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് കിടപ്പുണ്ടെങ്കിൽ അത് മാറ്റി വൈൽ യൂസിങ് ആക്കുക. ഇനിയിപ്പം ലൊക്കേഷൻ വേണ്ടാത്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നെവർ എന്നുള്ളത് ഓപ്റ്റ് ചെയ്ത് കൊടുക്കുക. താഴെ എന്നിട്ട് ഈ സിസ്റ്റം സർവീസ് എന്ന ഓപ്ഷനിൽ പോയിട്ട് ഈ പറയുന്ന സെറ്റിംഗ്സ് എല്ലാം ഞാനിവിടെ കുറച്ച് സെറ്റിംഗ്സ് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഡിസേബിൾ ആക്കി വെക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓപ്ഷൻസ് ഡിസേബിൾ ആക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഡിവൈസിൻ്റെ ബാക്കപ്പ് അല്ലെങ്കിൽ ആ ഒരു ബാറ്ററി പെർഫോമൻസ് ഒരു സർട്ടൺ ടൈമിന് ശേഷം, കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നിങ്ങൾക്ക് ഈ ഒരു വ്യത്യാസം കണ്ടു തുടങ്ങാൻ സാധിക്കുന്നതാണ്. പിന്നെ സെറ്റിംഗ്സ് ജനറൽസിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റീഫ്രഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ മാറ്റി വൈഫൈ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ആകുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഇതിൽ യൂസ് ചെയ്യുന്നത്, എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് നോക്കിയിട്ട് നിങ്ങൾ അത് ഡിസേബിൾ ചെയ്തേക്കും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്ക് നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. ഞാനിവിടെ ആവശ്യമുള്ളതിന് എനേബിൾ ചെയ്തിട്ടുണ്ട്, ആവശ്യമില്ലാത്ത എല്ലാം ഡിസേബിൾ ആക്കി ഇട്ടേക്കുവാണ്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതി. ഇത്രയും കാര്യങ്ങൾ ചേഞ്ച് ചെയ്തുകൊണ്ട് എനിക്ക് എൻ്റെ പഴയ ബാക്കപ്പ്, ആ പഴയ പെർഫോമൻസ്, ബാറ്ററി പെർഫോമൻസ് എനിക്കിപ്പം 16 Proയിൽ ലഭിക്കുന്നുണ്ട്. മറ്റ് ഡിവൈസുകളും ഇതേ മെത്തേഡ് തന്നെയാണ് ഞാൻ ചെയ്ത് നോക്കിയത്. അതിലും ഈ പറഞ്ഞ അതേ പെർഫോമൻസ്, ബാറ്ററി ബാക്കപ്പ് എനിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ, ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Until then, peace.